ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വൈശാഖ മാസം തുടങ്ങി. ഇന്നു മുതൽ നമുക്ക് ഓരോ ദിവസമായി ഭാഗവതത്തിലെ ഓരോ കഥകളായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. കഥ കേൾക്കുന്നത് തന്നെ, ഭഗവാന്റെ കഥ കേൾക്കുന്നത് തന്നെ ഭക്തിയുടെ മറ്റൊരു പ്രകടമായ ഭാവം തന്നെയാണ്. ആദ്യമായിട്ട് നമുക്ക് ഇന്ന് ദുന്ധുകാരി മോക്ഷമാണ് പറയുന്നത്. കാരണം ഭാഗവതം കഥാരൂപത്തിൽ കേൾക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ഒരു മനുഷ്യന് എന്നുള്ളത് ആദ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വാഭാവികമായും ആ കഥാശ്രവണത്തിലേക്ക് പൂർണ്ണമായ മനസ്സോടുകൂടി ഭക്തിയോടുകൂടി നമ്മൾ ഇരിക്കും. അതുകൊണ്ട് ആദ്യമായിട്ട് ദുന്ധുകാരി മോക്ഷം തന്നെ പറഞ്ഞു തുടങ്ങാം. പണ്ട് ആര്യാവർത്തത്തിന് ദക്ഷിണ ഭാഗത്തുള്ള തുംഗഭദ്ര എന്ന നദീതീരത്ത് വളരെ സാത്വികനും ദൈവഭക്തനുമായ ഒരു ഉത്തമ ബ്രാഹ്മണൻ തൻ്റെ പത്നിയും ഒരുമിച്ച് ഗൃഹസ്ഥാശ്രമധർമ്മം അനുഷ്ഠിച്ച് ജീവിച്ചു പോരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആത്മദേവൻ എന്നും ഭാര്യയുടെ പേര് ദുന്ധുലി എന്നുമായിരുന്നു. അതിസുന്ദരിയും ഉന്നത കുലജാതയുമായിരുന്നു ഈ ദുന്ധുലി. എന്നാൽ ഈ ദുന്ധുലിയുടെ വരുതിയിൽ ജീവിക്കുവാനായിരുന്നു ഈ ബ്രാഹ്മണൻ, അതായത് ആത്മദേവന്റെ വിധി. ഈ ബ്രാഹ്മണന് തൻ്റെ ഭാര്യയോട് വലിയ സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിന്റെ ഫലമായിട്ടാണ് എപ്പോഴും ഈ ഭാര്യയുടെ അടിമയായി അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നത്. എന്നാൽ ഈ ദുന്ധുലിക്ക് ഭർത്താവിനോട് യാതൊരു സ്നേഹമോ ബഹുമാനമോ ഉണ്ടായിരുന്നില്ല. അയാളെ അവൾ അനുസരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തിരുന്നില്ല. താൻ സുന്ദരിയും ധനികയുമാണ് എന്നുള്ള അഹങ്കാരമായിരുന്നു ദുന്ധുലിയെ ഇതിന് പ്രേരിപ്പിച്ചത്. ഈ ആത്മദേവൻ ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണനായിരുന്നു. അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങൾ നടത്തുക, ബ്രാഹ്മണരെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് സൽക്കരിക്കുക, യജ്ഞങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഭാര്യയായ ദുന്ധുലിക്ക് ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല. ഇതിന്റെ പേരിൽ നിത്യവും ദുന്ധുലി തൻ്റെ ഭർത്താവിനോട് കലഹിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ബ്രാഹ്മണൻ തൻ്റെ പ്രവൃത്തി നിരന്തരം തുടർന്നുകൊണ്ടിരുന്നു. വഴക്കുണ്ടാകുമ്പോൾ ഇദ്ദേഹം ഒന്നും മിണ്ടാറില്ല, മൗനം അവലംബിച്ചിരിക്കും. പക്ഷേ ദാനധർമ്മങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇവർക്കൊരു വലിയ വിഷമം ഉണ്ടായിരുന്നു. അതായത് ഈ ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിക്കും സന്താനങ്ങളില്ല. അത് അവർക്കൊരു വലിയ ദുഃഖമായിരുന്നു. ഈ കാര്യത്തില് ദുന്ധുലിയേക്കാൾ വലിയ ദുഃഖം ബ്രാഹ്മണനായ ആത്മദേവനായിരുന്നു. സന്താനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആത്മദേവൻ ഇപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ധാരാളം വ്രതങ്ങളുമൊക്കെ അദ്ദേഹം അനുഷ്ഠിച്ചു. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. ഒരു ദിവസം ഈ ബ്രാഹ്മണൻ തൻ്റെ ഗൃഹത്തെയും തൻ്റെ ഭാര്യയെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ആരും അറിയാതെ കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില് സന്താന ദുഃഖത്തെ കുറിച്ചോർത്ത് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനടുത്തുള്ള ഒരു പൊയ്കയില് എവിടെയോ നിന്ന് വന്ന ഒരു സന്യാസി ഇറങ്ങുകയും വെള്ളം കോരി കുടിക്കുകയും എന്നിട്ട് അതിൻ്റെ തീരത്തു തന്നെ ഇരുന്ന് വിശ്രമിക്കുന്നതായും ഇദ്ദേഹം കാണുന്നു. ഈ ബ്രാഹ്മണൻ പതിയെ എഴുന്നേറ്റ് ആ സന്യാസിയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് തൊഴുകൈയോടുകൂടി ഇദ്ദേഹത്തെ വന്ദിക്കുന്നു. സന്യാസി മുഖമുയർത്തി നോക്കിയപ്പോൾ തൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ തൊഴുകൈയോടുകൂടി നിൽക്കുന്നു. ഈ സന്യാസി ഈ ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? അങ്ങ് എവിടെ നിന്ന് വരുന്നു? അങ്ങയെ കണ്ടിട്ട് ഒരു ബ്രാഹ്മണനാണ് എന്ന് തോന്നുന്നല്ലോ. അങ്ങയുടെ മുഖത്ത് എന്തോ വലിയ വിഷമം ഉള്ളതായി കാണുന്നു. എന്താണ് കാര്യമെന്ന് പറയൂ എന്ന് ഈ മഹർഷി ഈ ബ്രാഹ്മണനോട് പറയുന്നു.
ഉടൻ തന്നെ ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ പറയുകയാണ്, സ്വാമി, അങ്ങ് ഊഹിച്ചത് ശരി തന്നെ. ഞാനൊരു ബ്രാഹ്മണൻ തന്നെ. എനിക്ക് വലിയൊരു ദുഃഖമുണ്ട്. സന്താനമില്ല എന്നുള്ളതാണ് എൻ്റെ ദുഃഖം എന്ന് ഈ ആത്മദേവൻ ഈ മഹർഷിയോട് പറയുന്നു. ഉടൻ തന്നെ സന്യാസി പറയുകയാണ്, വിധിയെ തടുക്കുവാൻ ആർക്കും സാധിക്കില്ല. അങ്ങേക്ക് സന്താനം വിധിച്ചിട്ടില്ല. വിധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ലഭിക്കും? വിധിക്കാത്തത് കൊതിച്ചത് കിട്ടുമോ? ഇനി വിധിച്ചിട്ടില്ലാത്തത് നമ്മൾ നിർബന്ധപൂർവം നേടിയെടുത്താൽ പോലും അത് വേണ്ട വിധത്തിൽ നമുക്ക് പ്രയോജനപ്പെടണം എന്നില്ല. ദശരഥനെയും സഗരനെയും ഒക്കെ അങ്ങേക്ക് അറിയാമല്ലോ. അവര് പുത്രന്മാരെ കൊണ്ട് നിത്യദുഃഖം അനുഭവിച്ചവരാണ്. അതുകൊണ്ട് അങ്ങേക്ക് അതിനുള്ള യോഗമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങ് തിരിച്ചു ഗൃഹത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ഈ കാട്ടിൽ എവിടെയെങ്കിലും ഇരുന്ന് തപസ്സു ചെയ്യുക എന്ന് ഈ മഹർഷി ഈ ബ്രാഹ്മണന്റെ മുഖത്തു നോക്കി പറയുന്നു. ഉടൻ തന്നെ ഈ ആത്മദേവൻ ഈ മഹർഷിയോട് പറയുകയാണ്, കളത്രപുത്രാദികളെ വെടിഞ്ഞുള്ള തപസ്സിനേക്കാൾ ശ്രേഷ്ഠമല്ലേ ഭാര്യ, പുത്രൻ എന്നിവയോട് ചേർന്നിട്ടുള്ള ഗൃഹസ്ഥാശ്രമ ജീവിതം? അതും ഒരു സന്യാസമല്ലേ? അതുകൊണ്ട് പുത്രലാഭത്തിന് വേണ്ടി സ്വാമി എന്നെ അനുഗ്രഹിക്കണം. ദിവ്യസിദ്ധിയുള്ള അങ്ങ് അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും എനിക്കൊരു സന്താനമുണ്ടാകും. ഇങ്ങനെ ഈ ആത്മദേവൻ ഈ മഹർഷിയോട് പറയുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണങ്ങ് നമസ്കരിക്കുകയാണ്. ഉടൻ തന്നെ ഈ സന്യാസി പറയുകയാണ്, അങ്ങേക്ക് ഒരു പുത്രൻ ഉണ്ടായാലും അവനെ കൊണ്ട് അങ്ങേക്ക് യാതൊരു സുഖവും ലഭിക്കുകയില്ല. പൂർവജന്മാർജിതമായ പാപത്തിന്റെ പാപഫലമാണത്. അതുകൊണ്ട് ഈ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചു കളയുക എന്ന് വീണ്ടും പറയുന്നു. പക്ഷേ ഈ ബ്രാഹ്മണന്റെ മനസ്സിൽ ഇതൊന്നും കേറുന്നില്ല. കാരണം എങ്ങനെയും ഒരു പുത്രൻ ജനിക്കണം, അതാണ് തൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എത്ര ഉപദേശിച്ചിട്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹം വിട്ട് മറ്റൊരു ചിന്ത ഉണ്ടാകുന്നതേയില്ല. വീണ്ടും വീണ്ടും യാചിക്കുകയാണ്. ഉടൻ തന്നെ ദിവ്യനായ ആ മഹർഷി അല്പസമയം ധ്യാനിച്ചതിനു ശേഷം ഒരു മാമ്പഴം അദ്ദേഹത്തിന്റെ മടിത്തട്ടിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു. അതെടുത്തിട്ട് ഈ ആത്മദേവന് ഇദ്ദേഹം നൽകുന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് ഈ മാമ്പഴം അങ്ങയുടെ ഭാര്യയ്ക്ക് കൊണ്ടുചെന്ന് കൊടുക്കുക. ഈ മാമ്പഴം അങ്ങയുടെ ഭാര്യ ഭക്ഷിക്കട്ടെ. അതിനുശേഷം സത്യനിഷ്ഠ, ദീനാനുകമ്പ, ദേഹശുദ്ധി, മിതമായ ഭക്ഷണം, ത്രിസന്ധ്യാനേരത്തുള്ള ദൈവപ്രാർത്ഥന എന്നിങ്ങനെയുള്ള ദിനചര്യാവൃതങ്ങൾ 1 വർഷം താങ്കളുടെ ഭാര്യ അനുഷ്ഠിക്കണം. അപ്പോൾ അതിയോഗ്യനായ ഒരു പുത്രൻ അങ്ങേക്ക് പിറക്കും എന്ന് ഈ മഹർഷി ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണനോട് പറയുന്നു. അങ്ങനെ ആത്മദേവൻ മഹർഷിയെ നമസ്കരിച്ചതിനു ശേഷം ഈ മാമ്പഴവും എടുത്തുകൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നു. എന്നിട്ട് തൻ്റെ ഭാര്യയ്ക്ക് ഈ മാമ്പഴം കൊടുക്കുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഭാര്യയോട് വിസ്തരിച്ചു തന്നെ പറയുന്നു. എല്ലാം സമ്മതിക്കുന്നു ആത്മദേവന്റെ ഭാര്യ. എന്നിട്ട് ഈ സ്ത്രീ ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഗർഭിണിയാകുന്നത്? ഞാൻ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചാൽ എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടില്ലേ? അതുമാത്രമല്ല, പ്രസവ സമയത്ത് വലിയ വേദനയാണ് എന്ന് ആളുകൾ പറയുന്നു. ഈ വേദനയെല്ലാം ഞാൻ എന്തിനാണ് സഹിക്കുന്നത്? മാത്രമല്ല, ഒരു കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുഞ്ഞിന്റെ മലമൂത്രങ്ങൾ വീണ് എൻ്റെ വസ്ത്രങ്ങളെല്ലാം വൃത്തികേടാകും. അതുകൊണ്ട് എനിക്ക് പുത്രനും വേണ്ട, പുത്രിയും വേണ്ട എന്ന് ഈ സ്ത്രീ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് ഈ ധുന്ധുലി എന്ന ഈ സ്ത്രീ ഈ പഴം
അതായത് ഈ മാമ്പഴം ഭക്ഷിക്കാതെ ഇതെടുത്ത് തൻ്റെ വീട്ടിലുള്ള ഒരു പശുവിന് കൊടുക്കുന്നു. പശു ഈ മാമ്പഴം ഭക്ഷിക്കുന്നു. ബ്രാഹ്മണൻ ചോദിച്ചപ്പോൾ ഞാനത് ഭക്ഷിച്ചു എന്ന് കള്ളം പറയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തില് ഈ ധുന്ധുലി എന്ന സ്ത്രീയുടെ സഹോദരി അവരുടെ ഗൃഹത്തിലേക്ക് വരുന്നു. സഹോദരിയോട് എല്ലാ കാര്യങ്ങളും ധുന്ധുലി പറയുന്നു. ഭർത്താവ് ഞാനിനി ഗർഭിണിയായില്ലെങ്കിൽ എന്നെ സംശയിക്കുമെന്നും ഒരുപക്ഷെ എന്നെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്നും ധുന്ധുലി സഹോദരിയോട് പറയുന്നു. ആ സമയത്ത് സഹോദരി പറയുന്നു, ചേച്ചി അവിടുന്ന് വിഷമിക്കണ്ട, ഞാനിപ്പോൾ ഗർഭിണിയാണ്, ഞാൻ പ്രസവിക്കുന്ന കുട്ടിയെ അവിടത്തേക്ക് നൽകാം. എൻ്റെ ഭർത്താവിന് അല്പം പണം ആവശ്യമുണ്ട്, അതുകൊണ്ട് അവിടുന്ന് ആ പണം ഞങ്ങൾക്ക് നൽകിയാൽ മതി. എൻ്റെ ഭർത്താവും കൂടി അറിഞ്ഞുകൊണ്ട് ഈ കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് അങ്ങ് കുറച്ച് പണം നൽകൂ എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, അവിടുന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ഗർഭിണിയുടെ വേഷത്തിൽ ജീവിക്കുക. ഞാൻ പ്രസവിച്ചു കഴിയുമ്പോൾ കൃത്യമായി കുട്ടിയെ ഞാനിവിടെ ഏൽപ്പിക്കാമെന്ന് ഈ സഹോദരി ഈ ധുന്ധുലിയോട് പറയുന്നു. അതനുസരിച്ചിട്ട് ധുന്ധുലി സഹോദരി ചോദിച്ച പണം സഹോദരിക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ധുന്ധുലി ഒരു ഗർഭിണിയുടെ വേഷത്തിൽ ആ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. സദാസമയം പ്രാർത്ഥനയും നാമജപവും വ്രതവുമൊക്കെ ആയിട്ട് നടക്കുന്ന ഈ ആത്മദേവൻ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യവും അറിഞ്ഞതുമില്ല. അങ്ങനെ കുറേ മാസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അനുജത്തി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഉടൻ തന്നെ ആ സ്ത്രീയുടെ ഭർത്താവ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് ധുന്ധുലിയെ ഏൽപ്പിച്ചു. ധുന്ധുലി ഇത് താൻ പ്രസവിച്ച കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മദേവനെ ഏൽപ്പിക്കുകയും ചെയ്തു. ആത്മദേവൻ ഇതൊന്നും അറിയുന്നില്ല. കാരണം മിക്കപ്പോഴും അദ്ദേഹം ഏതെങ്കിലും ക്ഷേത്രത്തിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിരുന്ന് ധ്യാനവും ജപവും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുകയായിരുന്നു. അങ്ങനെ വീട്ടിൽ നടന്ന കോലാഹലങ്ങളൊന്നും അറിയാതെ ഈ കുഞ്ഞിനെ തൻ്റെ ഭാര്യ പ്രസവിച്ചതാണ് എന്ന് കരുതി സന്തോഷത്തോടു കൂടി ഈ ആത്മദേവൻ സ്വീകരിക്കുകയാണ്. പിന്നീട് നടന്ന സംഭവം, ഈ ധുന്ധുലിക്ക് ഈ കുഞ്ഞിന് കൊടുക്കുവാൻ മുലയിൽ പാലില്ലാതായി. ആ സമയത്ത് ഈ കുഞ്ഞ് കിടന്ന് വല്ലാതെ കരയാൻ തുടങ്ങി. അപ്പോൾ ധുന്ധുലി തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, എൻ്റെ മുലയിൽ കുഞ്ഞിന് കുടിക്കുവാൻ ഒരു തുള്ളി പാല് പോലുമില്ല, ഈ കണക്കിന് കുഞ്ഞു വല്ലാതെ ക്ഷീണിക്കും. അനുജത്തി പ്രസവിച്ച കുട്ടി മരിച്ചു പോവുകയും ചെയ്തു. അവളുടെ മുലയിൽ പാല് കാണും, അതുകൊണ്ട് അവളെ വരുത്തിയാൽ നമ്മുടെ കുഞ്ഞിന് രക്ഷയാകുമെന്ന് പറയുന്നു. ശുദ്ധാത്മാവായ ആത്മദേവൻ അത് വിശ്വസിക്കുകയും അപ്രകാരം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. അതനുസരിച്ച് തന്റെ അനുജത്തിയെ ആളയച്ചു വരുത്തുകയും കുട്ടിയുടെ സംരക്ഷണ ചുമതല മുഴുവനും അവളെ ഏൽപ്പിക്കുകയും ചെയ്തു. യഥാകാലം കുഞ്ഞിന്റെ ജാതകർമാദികളെല്ലാം ആത്മദേവൻ തന്നെ നടത്തുകയും അവന് ധുന്ധുകാരി എന്ന് പേരിടുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സർവാംഗസുന്ദരനും സ്വർണ്ണ നിറത്തിലുമുള്ള ശരീരത്തോടു കൂടിയവനും മുഖത്ത് ദിവ്യപ്രകാശം തിളങ്ങുന്നവനുമായ ഒരു അത്ഭുത മനുഷ്യ ശിശുവിനെ ഈ ധുന്ധുലിയുടെ പശു പ്രസവിക്കുകയും ചെയ്തു. മാമ്പഴത്തിന്റെ അത്ഭുത ദിവ്യ വൈഭവം അങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ആത്മദേവന്റെ പശു ഒരു അത്ഭുത തേജസ്സോടു കൂടിയ ഒരു ദേവകുമാരനെ പ്രസവിച്ചു എന്ന് എല്ലാവരും അറിയുന്നു. പലരും വന്ന് ആ കുട്ടിയെ കണ്ട് സന്തോഷിക്കുകയാണ്. അവന് പിതാവില്ലെങ്കിലും ആത്മദേവൻ തന്നെ അവന്റെ ജാതകർമ്മങ്ങളും നിർവഹിച്ചു. അവന്റെ ചെവികൾ പശുവിൻ്റേതുപോലെ കൂർപ്പിച്ചിരുന്നതിനാൽ അവന് ഗോകർണൻ എന്ന പേരാണ് ആത്മദേവൻ നൽകിയത്. അങ്ങനെ കാലം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 2 ബാലന്മാരും യൗവനയുക്തരായി തീർന്നു. ധുന്ധുകാരി ഒരു ദുഷ്ടനായിരുന്നു. അവൻ കുളിക്കില്ല, നാമം ജപിക്കില്ല, നിത്യകർമ്മങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യില്ല, ബ്രാഹ്മണരെ ഉപദ്രവിക്കും. അങ്ങനെ ഒരു ദുഷ്ടനായിരുന്നു ഈ ധുന്ധുകാരി. അതായത് ഈ ആത്മദേവന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പുത്രൻ എന്ന നിലയിൽ വളർന്നു വരുന്ന ആ ധുന്ധുകാരി ഒരു ദുഷ്ടനായിരുന്നു.
എന്നാലോ ഗോകർണനാകട്ടെ സത്യധർമാദികൾ വെടിയാതെ സദാ ഈശ്വര ഭക്തിയോടും സദാചാരത്തോടും കൂടി ജീവിച്ചു പോന്ന ഒരു ശ്രേഷ്ഠനായിരുന്നു. കള്ളന്മാരും കൊള്ളക്കാരുമൊക്കെ ആയിരുന്നു ഈ ദുന്ദുകാരിയുടെ കൂട്ടുകാര്. അങ്ങനെ ഒരു ദിവസം ഈ ഗോകർണൻ വീട്ടിലില്ലാത്ത സമയത്ത് ഈ ദുന്ദുകാരി തൻ്റെ അച്ഛനെയും അമ്മയെയും അടിച്ചു വെളിയിലാക്കി. അങ്ങനെ ഇവർ രണ്ടുപേരും വീടിന്റെ പുറത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിലാണ് ഗോകർണൻ അവിടേക്ക് എത്തിച്ചേരുന്നത്. ഗോകർണൻ തൻ്റെ സ്വന്തം അച്ഛനായും അമ്മയായുമായിട്ടാണ് ഈ ബ്രാഹ്മണനെയും ഈ ബ്രാഹ്മണ സ്ത്രീയെയും കണ്ടിരുന്നത്. അങ്ങനെ ഇവരിൽ നിന്നും, ഈ ആത്മദേവനിൽ നിന്നും അദ്ദേഹത്തിന്റെ പത്നിയിൽ നിന്നും എല്ലാ കാര്യങ്ങളും ഗോകർണൻ മനസ്സിലാക്കി. തന്നെ വളർത്തി വലുതാക്കിയത്, തൻ്റെ ജാതകർമ്മങ്ങൾ ചെയ്തത് എല്ലാം ആത്മദേവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് തൻ്റെ പിതാവാണ്. അതുകൊണ്ട് ആ പിതാവിനെ ഈ ഗോകർണൻ ഉപദേശിക്കുകയാണ്, അങ്ങ് എത്രയും പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് പോയി തപസ്സു ചെയ്ത് മുക്തി അടയുക എന്നാണ് പിതാവിനോട് ഗോകർണൻ പറഞ്ഞത്. ആ സമയത്ത് തൻ്റെ മകനായ ഗോകർണന്റെ വാക്കുകൾ കേട്ടപ്പോൾ പണ്ട് ആ മഹർഷി പറഞ്ഞ കാര്യം ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഒരു പുത്രന്റെ സ്നേഹം അനുഭവിക്കുവാനും ആ രീതിയിലുള്ള ജീവിതം ജീവിക്കുവാനും യോഗമില്ല. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ശരി എന്ന് ചിന്തിച്ചുകൊണ്ട് ഇദ്ദേഹം, ഈ ആത്മദേവൻ, നേരെ കാട്ടിലേക്ക് പോവുകയും തപസ് ചെയ്ത് പിന്നീട് സായുജ്യപദം നേടുകയും ചെയ്തു. പിതാവ് കാട്ടിലേക്ക് പോയതിനു ശേഷം ദുന്ദുകാരി കൂടുതൽ അപകടകാരിയായി. അദ്ദേഹം പൂർവാധികം ശക്തിയോടുകൂടി തൻ്റെ മാതാവിനെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. വേശ്യാസ്ത്രീകളെ സ്ഥിരമായി വീട്ടിൽ വിളിച്ചുകൊണ്ടുവരിക, അവിടെ താമസിപ്പിക്കുക, മദ്യപാനം ചെയ്യുക, ഇങ്ങനെയുള്ള പ്രവർത്തികളായി ഈ ദുന്ദുകാരിക്ക്. അങ്ങനെ ഒരു ദിവസം ഈ ദുന്ദുകാരി, ഈ ദുഷ്ടനായ ദുന്ദുകാരി തൻ്റെ അമ്മയായ ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു. ഇവൻ തൻ്റെ പുത്രനല്ല എന്ന ബോധ്യം ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സ്ത്രീ ഒരു പാപ പങ്കിലയായി തീരുകയും ചെയ്തു. അതായത് താൻ മകനെ പോലെ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ അനുജത്തിയുടെ മകനാൽ നശിക്കപ്പെട്ടു ഈ സ്ത്രീ. അങ്ങനെ ഈ ദുന്ദുലി എന്ന സ്ത്രീ അതോടുകൂടി ഒരു കിണറ്റിൽ ചാടി തൻ്റെ പാപജീവിതം അവസാനിപ്പിക്കുകയാണ്. വേശ്യകളെ പുലർത്താൻ മാർഗമില്ല എന്ന് കണ്ടപ്പോൾ ദുന്ദുകാരി ഒരു തനി കൊള്ളക്കാരനും കള്ളനുമായി തീർന്നു. ധനാഢ്യരുടെ ഭവനങ്ങളിൽ കയറി ധനം കൊള്ള ചെയ്തും വഴിയാത്രക്കാരെ ഉപദ്രവിക്കുകയും അവരുടെ കൈവശമുള്ള സാധനങ്ങളും പണവും തട്ടിപ്പറിച്ചെടുത്തും അങ്ങനെ ഒരു വലിയ അക്രമിയായി തീരുകയാണ് ദുന്ദുകാരി. അങ്ങനെ ദുന്ദുകാരിയെ പറ്റി നിരന്തരം പരാതികൾ രാജാവിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ രാജകിങ്കരന്മാർ അവനെ അന്വേഷിക്കുവാൻ തുടങ്ങി. ദുന്ദുകാരിയെ പിടിച്ചാൽ അവനിൽ നിന്നും നമ്മുടെ രഹസ്യം പുറത്തു വരും. കൊള്ള മുതൽ മുഴുവനും നമുക്കു വേണ്ടിയാണ് അപഹരിച്ചിട്ടുള്ളത് എന്ന് അവൻ പറയും. ആ നിലയിൽ നമ്മളും കുറ്റക്കാരായി തീരും, രാജശിക്ഷയ്ക്ക് പാത്രമായി തീരും. അതുകൊണ്ട് ഇതിൽ നിന്നും രക്ഷ കിട്ടണമെങ്കിൽ ദുന്ദുകാരിയെ രാജകിങ്കരന്മാർ പിടിക്കുന്നതിനു മുമ്പ് ഏതു വിധത്തിലും വധിക്കണമെന്ന് അവന്റെ കൂടെ സ്ഥിരം കൂടിയിരുന്ന 5 വേശ്യകൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇവൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിലേക്ക് തീക്കനൽ കോരിയിട്ട് അവനെ കരിച്ചു കൊല്ലുകയാണ് ഈ 5 വേശ്യകളും കൂടി. അതിനുശേഷം ആ ഗൃഹത്തിന്റെ മുറ്റത്തു തന്നെ ഇവനെ കുഴിച്ചിടുകയും ചെയ്തു. ഇവര് വിചാരിച്ചത് കരിച്ചു കൊന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവൻ പ്രേതമായിട്ടൊന്നും വരില്ല എന്ന ഒരു വിശ്വാസപ്രകാരമാണ് ഈ കരിച്ചു കൊന്നത്. പക്ഷേ അവരുടെ വിശ്വാസം എങ്ങനെയായിരുന്നാലും അപമൃത്യുവാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ ദുന്ദുകാരി ഒരു ഉഗ്രൻ
പ്രേതമായി തീരുകയാണ്. രാത്രികാലങ്ങളിൽ ഭയങ്കരമായ പേടിപ്പിക്കുന്ന രൂപം ധരിക്കുകയും വഴിപോക്കരെ ഭയപ്പെടുത്തുകയും ഏകാന്തതയിൽ അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് കൂവിയും ഗൃഹങ്ങളുടെ പരിസരങ്ങളിൽ വന്ന് അലറി ആളുകളെ പേടിപ്പിച്ചും ഉടുതുണിയില്ലാതെ വലിയ ശരീരത്തോടുകൂടി വായിൽ തീയുമായി ആ പ്രേതം അങ്ങനെ നടക്കുകയാണ്. സന്ധ്യ കഴിഞ്ഞാൽ പേടിച്ച് ആ വഴി ആരും വരാതെയായി എന്ന് മാത്രമല്ല, ആ നാട്ടിൽ വീടിന് പുറത്തുകൂടി ആളുകൾ ഇറങ്ങാതെയായി. പ്രേതത്തെ അടക്കം ചെയ്യുവാൻ പല മന്ത്രവാദികളും ശ്രമിച്ചു, പക്ഷെ ഫലിച്ചില്ല. അവന്റെ ഉപദ്രവം ഒന്നിനൊന്നിനു വർദ്ധിച്ചു വന്നതേ ഉള്ളൂ. പുണ്യ ദേവാലയങ്ങൾ സന്ദർശിച്ചും പുണ്യതീർത്ഥങ്ങളാടിയും ദേശാടനം ചെയ്തു നടക്കുകയായിരുന്നു ആ സമയത്ത് ആര്? നമ്മുടെ ഗോകർണൻ. അങ്ങനെ മാർഗമധ്യേ കണ്ടുമുട്ടിയ നാട്ടുകാരായ ചില തീർത്ഥാടകരിൽ നിന്ന് ദുന്ധുകാരി ദുർമരണം പ്രാപിക്കുകയും പ്രേതമായി അലഞ്ഞു നടന്ന് എല്ലാവരെയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതായി ഗോകർണൻ അറിയുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഗയയിൽ എത്തിച്ചേരുകയും സഹോദരൻ എന്ന നിലയിൽ ദുന്ധുകാരിക്ക് വേണ്ടി പിതൃകർമാദി തർപ്പണങ്ങളും ശ്രാദ്ധവും നടത്തുകയും ചെയ്തു. പിന്നെയും പല ക്ഷേത്രങ്ങൾ ദർശിച്ചും തീർത്ഥങ്ങളാടിയും ഗോകർണൻ ചുറ്റിത്തിരിഞ്ഞ് അവസാനം സ്വന്തം ഭവനത്തിൽ തന്നെ എത്തിച്ചേർന്നു. അവിടെ ആരുമില്ല, ഭയാനകമായ അന്തരീക്ഷം. അയൽവാസികൾ പോലും പേടിച്ച് സ്ഥലം വിട്ടിരിക്കുന്നു. അങ്ങനെ രാത്രിയായി. ഗോകർണൻ ചിന്തിച്ചുകൊണ്ട് മുറ്റത്ത് നിൽക്കുകയാണ്. ദുന്ധുകാരിയുടെ പ്രേതം ആ സമയത്ത് ഈ ഗോകർണന്റെ മുമ്പിലേക്ക് വരികയാണ്. ഒരു ശബ്ദവും ചൂളം വിളിയും കാറ്റുമൊക്കെ ഉണ്ടായി. ഉടൻ തന്നെ ഗോകർണൻ ചോദിക്കുകയാണ്, ഹേ പ്രേതമേ, നീ ആരാണ്? നിനക്ക് എന്തു വേണം? എന്തിനിവിടെ ഇങ്ങനെ നടക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ പ്രേതം പറയുകയാണ്, ഒരാൾ മനുഷ്യ സ്ത്രീയിൽ നിന്നും ജനിച്ചു, വേറൊരുത്തൻ പശുവിൽ നിന്നും ജനിച്ചു. മനുഷ്യ സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ പാപകർമ്മങ്ങൾ ചെയ്ത് ഒടുവിൽ ദുർമരണപ്പെട്ടു, പ്രേതമായി തീർന്നു. പശുവിൽ നിന്ന് ജനിച്ചവൻ പുണ്യവാനായ യോഗിയായി തീർന്നു. ആ പാപിയായ ദുന്ധുകാരിയാണ് ഞാൻ. അവന്റെ പ്രേതമാണ് ഇപ്പോൾ ഇവിടെ വന്നു നിൽക്കുന്നത് എന്ന് ഈ ദുന്ധുകാരി ഈ ഗോകർണനോട് പറയുന്നു. ആ സമയം കൈകാലുകൾ മെലിഞ്ഞ് ശരീരം സ്ഥൂലിച്ച് ഒരു ഭീകര രൂപിണിയായ ഒരു സ്ത്രീ പ്രേതം കൂടി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. നീ ആര് എന്ന് ഗോകർണൻ വീണ്ടും ആ സ്ത്രീ രൂപം പൂണ്ട ആ മെലിഞ്ഞ ശരീരത്തോടു കൂടിയ ആ പ്രേതത്തിനോട് ചോദിക്കുന്നു. പരിശുദ്ധനായ ഭർത്താവിനെ ദ്രോഹിച്ച് അഹങ്കാരത്തോടു കൂടി ജീവിച്ച് അധർമ്മങ്ങൾ ചെയ്ത് ഒടുവിൽ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത ധുന്ധുലിയുടെ പ്രേതമാണു ഞാനെന്ന് ആ സ്ത്രീ പറയുന്നു. എന്നിട്ട് കരയുകയാണ് ആ സ്ത്രീ പ്രേതം. ഏതൊരുവൻ ഹിതകാരിയായി വർത്തിക്കുന്നുവോ അവൻ സഹോദരൻ, ഏതൊരുവൻ വളർത്തുന്നുവോ അവൻ പിതാവ്, ഏതൊരുവൾ മകനെ എന്ന് വിളിച്ചുകൊണ്ട് മുലപ്പാൽ നൽകുന്നുവോ അവൾ മാതാവ്, ആരെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ അവൻ മിത്രം, ഏതൊരിടത്തിൽ ജീവിക്കുന്നുവോ അവിടം അവന് ജന്മദേശം എന്ന പ്രമാണപ്രകാരം ഗോകർണൻ ദുന്ധുകാരിയുടെ സഹോദരനും ദുന്ധുലി എൻ്റെ മാതാവുമാണ്. എന്നിട്ട് ഗോകർണൻ വീണ്ടും പറയുകയാണ്, ദുന്ധുകാരി, ഞാൻ ഗയാ തീർത്ഥമാടി നിനക്ക് വേണ്ടി അവിടെ ശ്രാദ്ധങ്ങളും തർപ്പണങ്ങളും നടത്തി. പിന്നീട് പല തീർത്ഥങ്ങളുമാടി നിനക്കു വേണ്ടിയും എല്ലാ പിതൃക്കൾക്കു വേണ്ടിയും ശ്രാദ്ധങ്ങളും ഊട്ടി. എന്നിട്ടും നീയും മാതാവും ഇപ്പോഴും ഗതി കിട്ടാതെ പ്രേതങ്ങളായി തന്നെ നിൽക്കുന്നു. ഗയാശ്രാദ്ധം കൊണ്ട് പിതൃഗതി കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റെങ്ങനെയാണ് നിനക്ക് ഗതി കിട്ടുക എന്ന് ഈ ഗോകർണൻ ചോദിക്കുന്നു. കാരണം ഹിന്ദുമത വിശ്വാസം അനുസരിച്ചിട്ട് ഗയാശ്രാദ്ധത്തിനോളം ശ്രേഷ്ഠമായ മറ്റൊരു ശ്രാദ്ധമില്ല. ഗയയിൽ പോയി പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനോളം ശ്രേഷ്ഠം മറ്റൊരു
സ്ഥലത്തു പോയി പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും കിട്ടില്ല എന്നാണ് ഹിന്ദുമത വിശ്വാസ പ്രകാരം പറയുന്നത്. കാരണം ദശരഥ മഹാരാജാവിന് വേണ്ടി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഗയയിലാണ് ശ്രാദ്ധം ചെയ്തത്. അങ്ങനെ ചോദിക്കുകയാണ്, അവിടെ പോയി ചെയ്തല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് നിനക്ക് മോക്ഷം ലഭിക്കാത്തത് എന്ന് ചോദിക്കുന്നു. ആരുമൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ദുന്ദുലിയുടെ പ്രേതവും ദുന്ദുകാരിയുടെ പ്രേതവും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഗോകർണൻ ഇരുന്ന് ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കാം ഞാൻ ഇത്രയും ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടും അവർക്ക് മുക്തി ലഭിക്കാത്തത് എന്ന് ചിന്തിച്ചപ്പോൾ ഗോകർണന് തന്നെ തോന്നുകയാണ്, ഒരുപക്ഷെ അവരുടെ പാപങ്ങൾ അത്രത്തോളം വലുതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർക്ക് മോക്ഷം ലഭിക്കാത്തത് എന്ന് ഒരു ഉത്തരവും അദ്ദേഹം തന്നെ മനസ്സിൽ കണക്കുകൂട്ടുന്നു. പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിൽ ഉണർന്ന് സ്നാനമൊക്കെ ചെയ്ത് സൂര്യ നമസ്കാരം ചെയ്യുന്ന സമയത്ത് ഈ ഗോകർണൻ ഒരു അശരീരി കേൾക്കുകയാണ്. ആരോ തൻ്റെ ചെവിയിലിരുന്ന് പറയുന്നത് പോലെ ഗോകർണന് തോന്നുന്നു. അതായത്, ഗോകർണ ശ്രദ്ധിക്കൂ, വിഷ്ണു ഭഗവാന്റെ അതിലും വിശേഷിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അപദാനങ്ങളും പല ഭക്തോത്തമന്മാരുടെ കഥകളും വർണ്ണിക്കുന്ന ശ്രീ മഹാഭാഗവതം ശ്രീശുക ബ്രഹ്മർഷി 7 ദിവസം കൊണ്ട് പരീക്ഷത്തിന് ഉപദേശിച്ചതുപോലെ 7 ദിവസം തുടർച്ചയായി വായിക്കുന്നതു കേട്ടാൽ ബ്രഹ്മഹത്യാദി പാപങ്ങൾ ചെയ്തവനു പോലും അവന്റെ സർവപാപങ്ങളും നശിച്ച് മുക്തി സിദ്ധിക്കും. ദുർമരണം പ്രാപിച്ച് അങ്ങുമിങ്ങുമില്ലാതെ അലഞ്ഞ് നടക്കുന്ന അനാഥ പ്രേതങ്ങൾക്കും പിതൃക്കൾക്കും സൽഗതി ലഭിക്കുകയും ചെയ്യും. പാരായണ ശബ്ദം മുഖരിതമാകുന്ന സ്ഥലത്ത് ഐശ്വര്യം വർദ്ധിക്കും. അതിനാൽ ശ്രീ മഹാഭാഗവതം 7 ദിവസം കൊണ്ട് സപ്താഹയജ്ഞമായി നിന്റെ ഭവനത്തിലിരുന്ന് നീ പാരായണം ചെയ്യുക. അത് കേൾക്കുമ്പോൾ ദുന്ദുകാരിയും ദുന്ദുലിയും അവരുടെ പ്രേതാവസ്ഥകൾ വെടിഞ്ഞ് സൽഗതിയെ പ്രാപിക്കുന്നതാണ്. കലിയുഗത്തിൽ ഭാഗവത പാരായണം പോലെ പുണ്യകരമായ ഒരു സൽക്കർമ്മം മറ്റൊന്നില്ല. ഭക്തിയോടുകൂടി ശ്രവിക്കുന്നത് അതിലേറെ പുണ്യമാണ്. ഇതാണ് കേട്ട അശരീരി. അപ്രകാരം സൂര്യഭഗവാൻ തൻ്റെ കർണങ്ങളിൽ വന്ന് മന്ത്രിച്ചതായി. കാരണം സൂര്യ നമസ്കാര സമയത്താണ് പറയുന്നത്. അങ്ങനെ ഗോകർണന് തോന്നുകയാണ്. അതനുസരിച്ചിട്ട് ഗോകർണൻ ഭാഗവതം സപ്താഹ യജ്ഞമായി ആ ഭവനത്തിലിരുന്ന് പാരായണം ചെയ്യുകയും അതു കേട്ടുകൊണ്ടു നിന്ന ദുന്ദുകാരിയും ദുന്ദുലിയും തങ്ങളുടെ പ്രേതഭാവം വെടിയുകയും സൽഗതിയെ പ്രാപിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ് ഭാഗവത മഹാത്മ്യം. ശ്രീ മഹാഭാഗവതം സപ്താഹയജ്ഞ രൂപത്തിൽ നടത്തുന്നതിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറഞ്ഞത്. 7 ദിവസം കൊണ്ട് ഭാഗവതം മുഴുവനായി കേൾക്കുകയും അങ്ങനെ കേൾക്കുന്നതാരാണോ അവന് ഒരുപക്ഷെ അവൻ എത്ര വലിയ പാപങ്ങൾ ചെയ്താലും ആ പാപങ്ങളിൽ നിന്ന് മുക്തി നേടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഭാഗവത സപ്താഹ യജ്ഞ സ്ഥലത്ത് ചെല്ലുകയും അല്പസമയം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുകയും അവിടെ വന്നിരിക്കുന്ന ആളുകളുമായി കുശലം പറയുകയും നേരെ പോയി അവിടെയുള്ള പ്രസാദ ഊട്ടിൽ പങ്കെടുക്കുകയും ചെയ്തതിനു ശേഷം എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോകും. അതുകൊണ്ട് സപ്താഹയജ്ഞത്തിൽ പങ്കെടുത്തു എന്ന് പറയാൻ പറ്റില്ല. ഭാഗവതം അവിടെ ഇരുന്ന് മുഴുവനും കേൾക്കണം. എത്ര പേർക്ക് അതിന് ക്ഷമയുണ്ട്? ആർക്കുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വൈശാഖമാസം മുതൽ വൈശാഖമാസം തീരുന്നത് വരെ കൊണ്ട് 7 ദിവസമായി നമുക്ക് കഥാരൂപത്തിൽ പറഞ്ഞു തീർക്കാനായി പറ്റില്ല. കാരണം 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെയാണ് അരമണിക്കൂറേ നമുക്ക് യൂട്യൂബിലൊക്കെ നമുക്ക് കഥ പോലെ പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് 1 മാസം കൊണ്ട് നമുക്ക് ഭഗവാന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെ കഥാരൂപത്തിൽ പറയാം. നാളെ മുതൽ നമ്മൾ കഥ, അതായത് ഭഗവാന്റെ അവതാര കഥ മുതൽ പറഞ്ഞു തുടങ്ങുകയാണ്. മാധവത്തിന്റെ കൂടെ ഉണ്ടാകണം. വൈശാഖമാസം ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യമാസമാണ്. ആ വ്രതനിഷ്ഠയിൽ തന്നെ ഇരുന്ന് കഥ കേട്ട് മാധവത്തിന്റെ കൂടെ ഇരിക്കുക.
തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്ന ഏതൊരുവനാണോ അവന് സൽഗതിയുണ്ടാകും, അവന്റെ പാപങ്ങൾ കുറയും, ഈശ്വരനോട് അടുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ധുന്ധുകാരി മോക്ഷം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ കഥ നന്നായി കേട്ട് മനസ്സിലാക്കുക, 2-3 ആവർത്തി കേൾക്കുക, ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോ എങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പക്ഷേ ശ്രദ്ധിക്കണം, ഇഷ്ടമില്ലാത്ത ആർക്കും പറഞ്ഞു കൊടുക്കരുത്, താല്പര്യമില്ലാത്ത ആർക്കും പറഞ്ഞു കൊടുക്കാൻ പോകരുത്. താല്പര്യമില്ലാത്തവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യരുത്. ഭഗവാനെ അറിയുവാൻ വിധിയുള്ളവർ അറിയും, അങ്ങനെയുള്ളവർ തേടി വരും. അതിനായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ എല്ലാവരും മാധവത്തിന്റെ കൂടെ ഉണ്ടാകണം, നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ ഓം നമോ നാരായണായ എന്ന് 108 തവണ ജപിക്കണം. ആരൊക്കെ ജപിച്ചു എന്നുള്ളത് ഓരോ ദിവസവും നമ്മളിടുന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയും ചെയ്യണം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ഹരേ കൃഷ്ണ.